വിവോയുടെ സബ് ബ്രാൻഡ് ആയിട്ടുള്ള iQOO ഇന്ത്യയിൽ ഇതുവരെ 4 സ്മാർട്ട് ഫോണുകളെ പുറത്തിറക്കിയിട്ടുള്ളൂ. അതിൽ ആദ്യത്തേത് iQOO 3, പിന്നീട് iQOO 7 സീരീസിൽ 2 സ്മാർട്ട് ഫോണുകൾ iQOO 7ഉം iQOO 7 ലെജൻഡും. അതിനകത്ത് നമ്മൾ iQOO 7 നേരത്തെ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ iQOO Z3 എന്ന പേരിൽ ഒരു പുതിയ സ്മാർട്ട് ഫോൺ കൂടി, കുറച്ചുകൂടി പ്രൈസ് കുറച്ചുകൊണ്ട് ഒരു പുതിയ സ്മാർട്ട് ഫോൺ കൂടി പുറത്തിറക്കിയിരിക്കുന്നു. ഓർക്കുക, iQOO എന്ന സബ് ബ്രാൻഡിൽ ഇതുവരെ പുറത്തിറക്കിയ iQOO 3യും iQOO 7 സീരീസ് ഫോണുകളും ഇന്ത്യയിൽ ഒരു മികച്ച വിജയം കൈവരിച്ച സ്മാർട്ട് ഫോണുകൾ തന്നെയായിരുന്നു. അത്തരം ഒരു വിജയ തുടർച്ച പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് iQOO C3യും ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. എനിവേ, നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് iQOO ഏറ്റവും പുതിയ പുറത്തിറക്കിയിരിക്കുന്ന iQOO C3 എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ഇതാണ് iQOO C3 എന്ന സ്മാർട്ട് ഫോൺ. ഈ ഒരു ഫോൺ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. 4 കാര്യങ്ങളിലാണ് ഇതിന് പ്രധാനമായിട്ടും മുൻതൂക്കം നൽകിയിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് എക്സ്ട്രീം പെർഫോമൻസ്, 2 എക്സ്ട്രീം ഗെയിമിംഗ് എക്സ്പീരിയൻസ്, 3 സുപ്പീരിയർ ക്യാമറ, 4 എന്ന് പറയുന്നത് മികച്ച ഡിസൈൻ. അപ്പോൾ ഈ 4 കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് ഇവിടെ iQOO C3 എന്ന സ്മാർട്ട് ഫോൺ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങൾ ഓരോന്നായിട്ട് പരിശോധിക്കാം. സ്നാപ്ഡ്രാഗൺ 768G എന്ന 5G പ്രോസസ്സറുമായിട്ടാണ് iQOO C3 എന്ന സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു പർട്ടിക്കുലർ പ്രോസസ്സറുമായിട്ട് ഇന്ത്യയിൽ പുറത്തിറങ്ങുന്ന ആദ്യ സ്മാർട്ട് ഫോൺ എന്ന പ്രത്യേകതയും iQOO Z3 എന്ന ഫോണിന് അവകാശപ്പെട്ടതാണ്. നമുക്കറിയാം, നേരത്തെ നമ്മൾ സ്നാപ്ഡ്രാഗൺ 765G എന്ന പ്രോസസ്സറിനെ കുറിച്ച് കേട്ടിരുന്നു. അതിൽ നിന്നും ഇപ്പോൾ 768 5Gയിലേക്ക് വരുമ്പോൾ ഇതൊരു 5G സപ്പോർട്ടുള്ള പ്രോസസ്സറാണ്. മാത്രമല്ല, സ്നാപ്ഡ്രാഗൺ 765നേക്കാളും 15% മോർ എഫിഷ്യൻ്റ് ആണ് സ്നാപ്ഡ്രാഗൺ 768 5G എന്ന ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്ന പ്രോസസ്സർ. അത് കൃത്യമായി ശരിവെക്കുന്നത് ഇതിൻ്റെ AnTuTu സ്കോർ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഏകദേശം 4,54,000 പുറത്താണ് ഈ iQOO C3 എന്ന സ്മാർട്ട് ഫോണിൻ്റെ AnTuTu സ്കോർ. അത് വ്യക്തമാക്കുന്നത് ഇതൊരു മികച്ച ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. iQOO 7ലൊക്കെ കണ്ടതുപോലെ തന്നെ iQOO C3യിലും എക്സ്റ്റൻഡർ റാം എന്ന ഫീച്ചർ നൽകിയിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഫോൺ 8GB റാം വേരിയൻ്റ് ആണ്. ഇവിടെ 8+3GB എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് 3GB ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് എടുത്തുകൊണ്ട് ഇതിൻ്റെ റാം കപ്പാസിറ്റി 8GB ആണെങ്കിലും 11GB വരെ എത്തിക്കാൻ ഈ ഒരു സ്മാർട്ട് ഫോണിന് സാധിക്കും. അതുപോലെ ഈ ഫോണിൻ്റെ 6GB റാം വേരിയൻ്റ് ആണെങ്കിൽ ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് 1GB റാം എടുത്തുകൊണ്ട് 7GB വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഈ ഒരു ഫോണിന് സാധ്യമാകും. ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്ന റാം എന്ന് പറയുന്നത് LPDDR4X റാമാണ്. സാധാരണ റാമിനേക്കാളും 50%ഓളം കൂടുതൽ എഫിഷ്യൻ്റ് ആയിരിക്കും LPDDR4X റാം. അതുപോലെ ഫയൽ സ്റ്റോറേജിന് UFS 2.2 ഫീച്ചറാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി സൈഡ് തന്നെയാണ്. 55 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. വെറും 19 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫോൺ 50% ചാർജിങ്ങിൽ എത്തിക്കാൻ സാധിക്കും. ഫോണിന് 55 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടേ ഉള്ളൂവെങ്കിലും ഫോണിൻ്റെ ബോക്സിനോടൊപ്പം 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ iQOO നൽകുന്നുമുണ്ട്. 4400 mAhൻ്റെ ബാറ്ററിയാണ് ഈ ഒരു ഫോണിന് കരുത്തു പകരുന്നത്. 6.58 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. 120 ഹെർട്സിൻ്റെ ഫാസ്റ്റ് റിഫ്രഷിംഗ് റേറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനുള്ളത്. ഔട്ട് ഓഫ് ദ ബോക്സ് സ്മാർട്ട് സ്വിച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും ഇവിടെ എനേബിൾ ആയിട്ട് ഇരിക്കുന്നത്. അതായത് നമുക്ക് ഈ ഒരു ഫോൺ വേണമെങ്കിൽ 60 ഹെർട്സിലേക്കും അതുപോലെ 90 ഹെർട്സിലേക്കും 120 ഹെർട്സിലേക്കും നമുക്ക് ഇഷ്ടാനുസരണം സ്വിച്ച് ചെയ്ത് മാറ്റാൻ സാധിക്കും. എന്നാൽ സ്മാർട്ട് സ്വിച്ച് എന്ന ഓപ്ഷനിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്തിരുന്നാൽ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന അനുസരിച്ച് കൊണ്ട് റിഫ്രഷ് റേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കൂടുകയും കുറയുകയും ചെയ്യും. ഫുൾ HD+ ഡിസ്പ്ലേ ഉള്ള ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പിക്സൽ പെർ ഇഞ്ച് എന്ന് പറയുന്നത് 401 ppi ആണ്. അതുപോലെ നമ്മൾ കോണിംഗ് ഗോറില്ല ഗ്ലാസ് എന്നൊക്കെ കേൾക്കുന്നത് പോലെ പാണ്ട എന്ന പ്രൊട്ടക്ഷനാണ് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേക്ക് നൽകിയിരിക്കുന്നത്. ഫോണിന്റെ ഫ്രണ്ട് ക്യാമറ ഇത്തരത്തിൽ വാട്ടർ ഡ്രോപ്പ് നോച്ചായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ ഡിസ്പ്ലേക്ക് HDR10ൻ്റെ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും മികച്ച രീതിയിൽ മൾട്ടിമീഡിയ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലൂടെ ആസ്വദിക്കാൻ സാധിക്കും. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 5 ലെയർ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം നൽകിയിട്ടുണ്ട്. നമ്മൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ അഥവാ ഫോൺ ഒരു അല്പം ചൂടായാലും പെട്ടെന്ന് തന്നെ അതുകൊണ്ട് തന്നെയും ഈ ഒരു സ്മാർട്ട് ഫോണിനെ തണുപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഈഗിൾ ഐ എൻഹാൻസ്മെന്റ് എന്ന ഒരു ഫീച്ചർ നൽകിയിട്ടുണ്ട്. നമ്മൾ PUBG പോലുള്ള ഗെയിമൊക്കെ കളിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഡിസ്പ്ലേ ആ ഒരു ഗെയിമിംഗ് വിഷ്വൽ എക്സ്പീരിയൻസ് കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യും. അതായത് നമ്മളുടെ എതിരാളിയുടെ അല്പം ദൂരെയൊക്കെ നിൽക്കുന്ന എതിരാളികളെ പോലും സാധാരണ സ്മാർട്ട് ഫോണുകൾ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ കണ്ടുകൊണ്ട് മികച്ച രീതിയിൽ ഗെയിം കളിക്കാൻ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്ന ഈഗിൾ ഐ എൻഹാൻസ്മെന്റ് എന്ന ഫീച്ചർ സഹായിക്കും. ഫോണിന്റെ സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് 11 അധിഷ്ഠിതമായി വിവോയുടെ
സ്വന്തം യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള ഫൺ ടച്ച് OSലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. ഫോണിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ 3 ക്യാമറകളാണ് നൽകിയിരിക്കുന്നത്. ഇതിലെ പ്രൈമറി ക്യാമറ വന്നിട്ട് 64 മെഗാ പിക്സലിൻ്റെ സെൻസറാണ് നൽകിയിരിക്കുന്നത്. അതും സാംസങ്ങിൻ്റെ GW3 എന്ന സെൻസർ. സെക്കൻഡറി ക്യാമറയായിട്ട് 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിളാണ് നൽകിയിരിക്കുന്നത്. 120 ഡിഗ്രി വരെ വൈഡായിട്ടുള്ള വീഡിയോകളും ഫോട്ടോകളും ഈ ഒരു ഫോണിൻ്റെ സെക്കൻഡറി ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാനാകും. മൂന്നാമത്തെ സെൻസർ എന്ന് പറയുന്നത് 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ സെൻസറാണ്. ഈ ഒരു സെൻസർ ഉപയോഗിച്ചുകൊണ്ട് ഫോണും ഒബ്ജക്റ്റും തമ്മിൽ വെറും 4 സെൻറ്റിമീറ്റർ അകലത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ചെറിയ ഒബ്ജക്റ്റുകളുടെ പോലും വലിയ ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും. ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 4K റെസൊല്യൂഷനിൽ 60 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിൽ ഇതുപോലെ ഡബിൾ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഫോക്കസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫോക്കസിനെ ലോക്ക് ചെയ്യാൻ സാധിക്കും. പിന്നീട് ആ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതാണെങ്കിൽ എങ്ങോട്ട് മൂവ് ചെയ്താലും ആ ഒരു ഒബ്ജക്റ്റിൽ തന്നെ ഫോക്കസ് നിലനിർത്താൻ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറയ്ക്ക് സാധിക്കും. 16 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് ഇത്തരത്തിൽ വാട്ടർ ഡ്രോപ്പ് നോച്ചിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മികച്ച സെൽഫി ഫോട്ടോകളും സെൽഫി വീഡിയോകളും ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാനാകും. ഫോണിൻ്റെ ബാക്ക് സൈഡ് പോളിമർ പ്ലാസ്റ്റിക് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനൊരു 3D കർവ്ഡ് ഡിസൈൻ ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ വെയിറ്റ് വന്നിട്ട് വെറും 185.5 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. അതുപോലെ ഫോണിൻ്റെ തിക്നെസ് വന്നിട്ട് 8.5 മില്ലിമീറ്റർ മാത്രം. എയ്സ് ബ്ലാക്ക്, സൈബർ ബ്ലൂ എന്നീ 2 നിറങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭ്യമാവുക. അതിൽ നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുന്നത് എയ്സ് ബ്ലാക്ക് എന്ന കളർ വേരിയൻറ്റിൽ പെടുന്ന സ്മാർട്ട് ഫോണാണ്. ഈ ഒരു ഫോണിന് 5G സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈഫൈ കോളിംഗ് ഫീച്ചർ ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5.1 ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. നിലവിൽ നമ്മൾ 4G സിം കാർഡുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഡുവൽ 4G വോൾട്ടി സപ്പോർട്ടും ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതായത് 2 സിം കാർഡുകളിലും നമുക്ക് 4G വോൾട്ടി സപ്പോർട്ട് ലഭിക്കും. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് 5G സപ്പോർട്ട് നൽകിയിട്ടുള്ളതിൽ 2 5G ബാൻഡുകളാണ് ഇന്ത്യയിൽ ഇത് സപ്പോർട്ട് ചെയ്യുക. N77 N78 എന്നീ 2 ബാൻഡുകളായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സപ്പോർട്ട് ചെയ്യുക എന്ന് അറിയുന്നത്. അതുപോലെ കരിയർ അഗ്രിഗേഷൻ സപ്പോർട്ട് ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. വൈഡ് വൈൻ L1 സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും നമുക്ക് നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നും HD കണ്ടന്റുകൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ആസ്വദിക്കാനാകും. ഈ ഒരു ഫോണിനകത്ത് മോണോ സ്പീക്കറാണ്. സ്പീക്കർ ഫോണിന്റെ താഴ്വശത്ത് ഇത്തരത്തിൽ ബോട്ടം ഫയറിംഗിലാണ് നൽകിയിരിക്കുന്നത്. ഫുൾ വോളിയം വെച്ച് കേട്ട് നോക്കി സ്പീക്കറിൽ നിന്ന് കരകരപ്പോ ഡിസ്റ്റോർഷനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റിയുള്ള സൗണ്ടാണ്. വോളിയം ആവശ്യത്തിനുണ്ട്. മറ്റു പ്രശ്നങ്ങളൊന്നും സൗണ്ട് ക്വാളിറ്റിയിലില്ല. മികച്ച സൗണ്ട് ക്വാളിറ്റി തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നുണ്ട്. അടുത്തത് വീഡിയോ ക്വാളിറ്റി. ഈ ഒരു ഫോണിന്റെ വീഡിയോ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ നല്ല മികച്ച വീഡിയോ ക്വാളിറ്റി തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നുണ്ട്. IPS LCD ഡിസ്പ്ലേ ആണ്. എന്നിരുന്നാലും 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റുള്ള ഈ ഒരു LCD ഡിസ്പ്ലേ മികച്ച ഒരു ക്വാളിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ ചിഹ്നം എന്നറിയപ്പെടുന്ന ഈ ഒരു താഴ്ഭാഗത്തിന് ഒരു അല്പം കനം കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ സൈഡിലുള്ള ബെസലുകൾ വളരെ കനം കുറവാണ്. ഫ്രണ്ട് ക്യാമറ നേരത്തെ പറഞ്ഞതുപോലെ വാട്ടർ ഡ്രോപ്പ് നോച്ചിലാണ് നൽകിയിരിക്കുന്നത്. ഫോണിൻ്റെ വലത് സൈഡിൽ ഇതുപോലെ വോളിയം റോക്കേസും പവർ ബട്ടണും കാണാം. ഓർക്കുക, പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സംവിധാനം നൽകിയിരിക്കുന്നത്. താഴെ സ്പീക്കർ ഗ്രില്ല്, ചാർജിങ്ങിനുള്ള USB Type-C പോർട്ട്, മൈക്രോഫോൺ, 3.5mm ഓഡിയോ ജാക്ക്. ഇടത് സൈഡിൽ കാര്യമായിട്ടൊന്നും തന്നെ നൽകിയിട്ടില്ല. മുകളിലാണ് സിം ട്രേയും അതുപോലെ സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്കും നൽകിയിരിക്കുന്നത്. ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഒരേ സമയം ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡുമോ അല്ലെങ്കിൽ ഒരേ സമയം 2 സിം കാർഡ് മാത്രമോ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉപയോഗിക്കാം. ഫോണിൻ്റെ പവർ ബട്ടണിൽ തന്നെ കൊടുത്തിരിക്കുന്ന സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സംവിധാനം വളരെ ഫാസ്റ്റായിട്ട് തന്നെ അൺലോക്ക് ആവുന്നുണ്ട്. ഒരു സോഫ്റ്റ് ടച്ചിൽ തന്നെ ഫോൺ അൺലോക്ക് ആവുകയാണ്. കണ്ടില്ലേ, വളരെ ഫാസ്റ്റ്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി, അപ്പോൾ തന്നെ ഫോൺ അൺലോക്ക് ആകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഫേസ് അൺലോക്കും വളരെ ഫാസ്റ്റ്. ഓക്കെ, ഫേസിൻ്റെ അടുത്തേക്ക് ഫോൺ തിരിക്കുമ്പോൾ തന്നെ അൺലോക്ക് ആവുകയാണ്. കണ്ടില്ലേ എന്ത് ഫാസ്റ്റാണെന്ന് നോക്കി. ചുരുക്കി പറഞ്ഞാൽ ഫിംഗർ പ്രിൻറ്റ് സംവിധാനവും ഫേസ് അൺലോക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൽ മിന്നൽ പോലെ ഫാസ്റ്റ് ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതുപോലൊരു ബോക്സിനകത്താണ് iQOO C3 എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അതിൻ്റെ ബോക്സിൻ്റെ മുകളിൽ ഇതുപോലെ iQOO എന്ന് വലുതായിട്ട് എഴുതിയിട്ടുണ്ട്. എനിവേ നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ടിപ്പിക്കൽ iQOOൻ്റെ ഫോണുകളെല്ലാം വരുന്ന ബോക്സിൻ്റെ ഒരു കവറിൻ്റെ ഒരു പ്രത്യേകത ഇതുപോലെയാണ്. ഒരു കണ്ടില്ല, ഇങ്ങനെ ഒരു ചരിഞ്ഞ ഒരു രീതിയിലാണ്. എനിവേ നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് വേറെ എന്തൊക്കെയാണ് ഫോണിനോടൊപ്പം ഉള്ളതെന്നൊക്കെ നോക്കാം. അപ്പോൾ ആദ്യത്തെ ബോക്സ് ഓപ്പൺ ചെയ്തു. അതിനകത്തൊരു യെല്ലോ കളർ ബോക്സിനകത്ത്
ഇതുപോലെ ഒരു മനോഹരമായിട്ടുള്ള ബാക്ക് കേസ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. സിം ഇജക്ടർ പിൻ, യൂസർ മാനുവൽ, അതിനകത്ത് തന്നെ സ്റ്റാർ വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഹെഡിന് 0.94ഉം ബോഡിക്ക് 0.75 വിത്തിൻ ലിമിറ്റ്സ്. ചാർജിങ്ങിന് ടൈപ്പ് സി കേബിൾ. ഇതുപോലെയാണ് ബോക്സിനകത്ത് ഫോൺ വെച്ചിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് ഇതുപോലെ 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ നൽകിയിട്ടുണ്ട്. ഓർക്കുക, ഫോൺ 55 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് ഉള്ളത്. പക്ഷേ ഫോണിൻ്റെ ബോക്സിനോടൊപ്പം 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ തന്നെ നൽകിയിരിക്കുന്നു. അടുത്തതായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിംഗ് ആണ്. 3 വ്യത്യസ്ത വേരിയൻറ്റുകളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭ്യമാവുക. 6GB 128GB, 8GB 128, 8GB 256GB. ഇതിനകത്ത് ലോവർ വേരിയൻ്റ് ആയിട്ടുള്ള 6GB 128GB സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് 19,990 രൂപയ്ക്കും, മിഡിൽ വേരിയൻ്റ് ആയിട്ടുള്ള 8GB 128GBയുടെ പ്രൈസ് എന്ന് പറയുന്നത് 20,990 രൂപയും, ഹയർ വേരിയൻറ്റ് 8GB 256GB, അതായത് നമ്മളിന്നിവിടെ പരിശോധിക്കുന്ന സ്മാർട്ട് ഫോൺ, ഇതിൻ്റെ ഹയർ വേരിയൻ്റ് പ്രൈസിംഗ് എന്ന് പറയുന്നത് 22,990 രൂപയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോണിൻ്റെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് തോന്നുന്നു? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതുപോലെ മികച്ച മറ്റൊരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്. ബൈ.